ഹായ് ഫ്രണ്ട്സ്, 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ തകർച്ചയാണ് നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് US മാർക്കറ്റിൽ കണ്ടുവരുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 8 നില പൊട്ടിയ മാർക്കറ്റായിരുന്നു ഇന്ന് വെളുപ്പിനെ ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് എന്ന US മെയിൻ ഇൻഡെക്സ് 2200 പോയിൻറ്റ് മേളിലാണ് തകർന്ന് തരിപ്പണമായത്, ക്ലോസ് ടു 6%. S&P 500 അടുത്ത 6%. ആൻഡ് നാസ്ഡാക്ക് 25% ടോട്ടൽ ഡൗൺ ആയതിനു ശേഷം നാസ്ഡാക്ക് ഒഫീഷ്യലി ബെയർ ആ ഒരു കാറ്റഗറിയിലേക്ക് കടന്നു കഴിഞ്ഞു. നാസ്ഡാക്കും ക്ലോസ് ടു 6% ഡൗൺ ആയത്. പല ആൾക്കാർ ചോദിക്കും നാസ്ഡാക്ക് എന്തുകൊണ്ട് ഡൗൺ ആയി. കാര്യം US ബേസിക്കലി IT ഇൻഡസ്ട്രിയുടെ പുറത്ത് എന്താ പറയുക റെസിപ്പുകൾ താരിഫൊന്നും വന്നില്ലല്ലോ എന്ന് ചോദിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം US ഇക്കോണമി കോൺട്രാക്ട് ചെയ്യുമ്പം നാച്ചുറലി അത് തീർച്ചയായും ഓർഡേഴ്സിനെ ബേസിക്കലി IT ഇൻഡസ്ട്രി നിൽക്കുന്നത് എന്തുമാത്രം ഹ്യൂജ് ഓർഡേഴ്സ് കിട്ടി എന്നുള്ള ബേസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർഡേഴ്സിൽ വീക്ക്നെസ് വരും, ഇൻഡസ്ട്രി താഴെപ്പോവും, ഒരു സംശയം വേണ്ട ഒരു കാര്യത്തിൽ. ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ മാസം 20, 21, 22 3 ദിവസങ്ങളിലായിട്ട് ഞാൻ 3 സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ടോപ്പ് നോച്ച് ഫണ്ട അനാലിസിസിനെ കുറിച്ച് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റാണ്. കാരണം കഴിഞ്ഞ 3-4 മാസമായിട്ട് 40, 50, 60% ഒക്കെ നഷ്ടം വന്ന ആൾക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് ഈ കൊല്ലം അവർക്കൊക്കെ തിരിച്ചു വരാനുള്ളൊരു ചാൻസ്, ഒരു ബൈ ഗോഡ്സ് ഗ്രേസ് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ഈ 3 സെഷൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് വാല്യുവേഷനെ കുറിച്ച് സംസാരിക്കാം, നമുക്ക് സൈക്ലിക്കലായിട്ട് സ്റ്റോക്കുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കാം, നമുക്ക് ക്രിട്ടിക്കൽ കമ്പോണൻസ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോ എങ്ങനെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം, നമുക്ക് റീറ്റെയിലർ ലെവലിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ലെവലിലോ അല്ലെങ്കിൽ ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ലെവലിലോ അല്ല, നമ്മളെ കണക്കുള്ള സാധാരണ റീറ്റെയിലർ ലെവലിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു കമ്പനിയുടെ ഫോറൻസിക് ഓഡിറ്റ് നടത്തി ഒരു കമ്പനി എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ സെലക്ട് ചെയ്യാതിരിക്കാം എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ടോട്ടൽ സംതിങ് അറൗണ്ട് 4 hours ആണ്. രാത്രി 8:45 മുതൽ 10 മണി വരെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റാണ്. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ elevate2323@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരും. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. US മാർക്കറ്റിൻ്റെ തകർച്ച. ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് ജാനുവരി 20 ശേഷം US മാർക്കറ്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ മാർക്കറ്റ് ക്യാപ് ഇറോഷൻ എന്ന് പറയുന്നത് $9 ട്രില്യൺ ആണ്. നമുക്ക് താരിഫ് വന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. US എക്സ്പെക്ട് ചെയ്യുന്ന താരിഫ് റവന്യൂ എന്ന് പറയുന്നത് US ടോട്ടൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് $3.3 ട്രില്യൺ ആണ്. അപ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന താരിഫ് റവന്യൂ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് $600 ബില്യൺ ആണ്. അത് അവരുടെ കാൽക്കുലേഷനാണ്. പക്ഷെ നമ്മൾ ആലോചിച്ചാൽ ഇത്രയും താരിഫിൻ്റെ പുറത്ത് നാച്ചുറലി എന്താണ് സംഭവിക്കുന്നത്? US ഇമ്പോർട്ട്സിൽ കുറഞ്ഞത് 20% കോൺട്രാക്ഷൻ സംഭവിക്കും. അത്രയും കോൺട്രാക്ഷൻ സംഭവിക്കുമ്പോഴത്തേക്കും $600 ബില്യൺ താരിഫ് റവന്യൂ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു വലിയൊരു ചലഞ്ചിങ് ടാസ്ക്കായിട്ട് US സംബന്ധിച്ച് അത് നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. മാർക്കറ്റ് ക്യാപ് തകരാനുള്ളത് ഓൾറെഡി തകർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇന്നലെ US മാർക്കറ്റ് സംഭവിച്ചത് ചൈന 34% റെസിപ്രോക്കൽ താരിഫ് US എഗൻസ്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത സമയത്ത് US 10-year ബോണ്ട് കഴിഞ്ഞ പോലെ 4.8% ആയിരുന്ന 10-year ബോണ്ടിൻ്റെ റേറ്റ്സ് നേരെ 3.9 താഴെ പോയി, 4 താഴെ പോയി, 3.9 താഴെ പോയി. ശരിക്കും 16 BPS ആണ് താഴെ പോയത്. അതായത് ആൾക്കാർ വിറ്റേച്ച് ബോൺസിലേക്ക് മാറുവാണ്. ബോൺസ് മേടിക്കാനായിട്ടുള്ള ഹ്യൂജ് ഡിമാൻഡ് വന്നപ്പം ബോൺസിൻ്റെ റേറ്റ്സ് താത്തി കൊടുത്തു. അതാണ് ഇന്നലെ മാർക്കറ്റ് നടന്ന സംഭവം. ഓക്കെ, ബോൺസ് പിന്നെ കുറച്ച് പിക്കപ്പ് ചെയ്യെങ്കിൽ പോലും മാർക്കറ്റ് നടന്ന സംഭവം ഇന്നലെ നടന്ന സംഭവം ഇതാണ്. കാര്യം ഹ്യൂജായിട്ട് ഇക്വിറ്റിയെ ഡംപ് ചെയ്തിട്ട് ആൾക്കാർ ബോണ്ടിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് ഇന്നലെ US മാർക്കറ്റ് നടന്നത്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, സാധാരണ മാർക്കറ്റ് അൺസർട്ടനിറ്റീസ് വരുമ്പം സാധാരണ US ഡോളറിൻ്റെ അപ്രീസിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇന്നലെ അപ്രീസിയേഷൻ ചെറുതായിട്ട് വന്നു. പക്ഷേ US ഡോളർ ശരിക്കും പറഞ്ഞാൽ ഒരു 3 months 4 months ബാക്ക് $110 നിന്നാണ് $102 താഴെ പോയത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് വന്ന ഹ്യൂജ് അൺസർട്ടനിറ്റി, എന്നിട്ട് പോലും US ഡോളറിൻ്റെ അപ്രീസിയേഷൻ പ്രതീക്ഷിച്ച ലെവലിൽ വന്നില്ല എന്ന് പറയുന്നത് എവിടെയോ സംതിങ് ഈസ് മിസ്സിങ് എന്നുള്ള പോയിന്റ് വേണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 3 മാസം 4 മാസം പുൾ ഓൺ ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് പ്രൊഡക്ട്സ് അവർ സ്റ്റോർ ചെയ്തിട്ടാണ് താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. കാരണം താരിഫ് ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം കൺട്രീസ് അവരുടെ അടുത്ത് പോയി അവരുമായിട്ട് നെഗോസിയേഷൻ ചെയ്യുമെന്നും ആ നെഗോസിയേഷൻ്റെ പുറത്ത് വീണ്ടും US ബേസിക്കലി എക്സ്പെക്റ്റ് ചെയ്യുന്ന ട്രേഡ് ഡെഫിസിറ്റ് പകുതിയായിട്ട് കുറയ്ക്കാമെന്നൊക്കെയുള്ളതാണ് കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻസിൽ എന്തെങ്കിലും ഒരു മിസ്സിങ് വന്നാൽ തീർച്ചയായും US ജനത ഈ താരിഫിൻ്റെ ആ ഒരു ഇൻക്രീസ് കംപ്ലീറ്റ് US ജനത ആ ഒരു ബർഡൻ അവരുടെ തലയിലായിരിക്കും വീഴാൻ സാധ്യത എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിതാപകരമായിട്ടുള്ള കാര്യം.
നമ്മൾ മാർച്ച് ഫസ്റ്റ് വീക്ക് പോലെ മാർച്ച് ലാസ്റ്റ് വീക്കിൽ ഉള്ള ചൈനീസ് മാർക്കറ്റ് അസസ് ചെയ്യുവാണെങ്കിൽ ചൈനയിൽ നിന്നും ഹ്യൂജ് എക്സ്പോർട്ടാണ് യു എസിലേക്ക് പോയത്. പല എക്സ്പോർട്ടും സീ റൂട്ട് വഴി പോകുന്നത് ഏപ്രിൽ 2 ശേഷം എത്താൻ സാധ്യതയുള്ള എക്സ്പോർട്ട്സൊക്കെ അവർ എന്താ ചെയ്തത്, അവർ എയർ കാർഗോ വഴി മാറ്റി. എയർ കാർഗോ പ്രൈസസ് ശരിക്കും എയർ കാർഗോയുടെ ചൈനയിൽ നിന്നും യു എസിലെ പ്രൈസസിൽ 40% അപ്ലിഫ്റ്റാണ് വന്നത്. യു എസ് താരിഫ് കൊണ്ടുവരാനായിട്ടുള്ള വേറൊരു കാര്യം കൊണ്ടുണ്ട്, യു എസിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ വളർത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം യു എസിലെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഹെർക്കുലിയൻ ടാസ്ക്കാണ്. 2 കാര്യം കൊണ്ട്, ലേബർ കോസ്റ്റാണ് ഒന്നാമത്തെ കാര്യം, മെറ്റീരിയൽ കോസ്റ്റാണ് രണ്ടാമത്തെ കാര്യം. കാരണം യു എസിൽ എന്താ സംഭവിച്ചെന്നാൽ യു എസിൻ്റെ അഗ്രികൾച്ചർ ഫീൽഡ് നമ്മളെടുത്താൽ അഗ്രികൾച്ചറിൽ കഴിഞ്ഞ 50-60 ഇയേഴ്സിനകം 3x ആണ് അവർ പ്രൊഡക്ഷൻ കിട്ടാൻ സാധിച്ചത് വിതൗട്ട് മച്ച് ലേബർ കോസ്റ്റിൻ്റെ പുറത്ത്. മച്ച് ലേബർ കോസ്റ്റ് അവർക്ക് വന്നില്ലെന്ന് പറഞ്ഞാൽ, കാരണം അവർ അഡ്വാൻസ്ഡ് ടെക്നോളജിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനും കൊണ്ടാണ് 3x അവർക്ക് അഗ്രികൾച്ചർ സൈഡിൽ അവർക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ സാധിച്ചത്. കാരണം റോബോട്ടിക്സ് പോലെ പല കാര്യങ്ങളുടെ ഗ്രോത്ത് പല മാനുഫാക്ചറിങ് സെക്ടറിലും അത് ഹ്യൂമൻ എംപ്ലോയ്മെൻറ്റിനെ കുറച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് യു എസ് ഈ ഒരു സമയത്ത് ഒരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചത്. കാരണം അവർക്ക് ലേബർ ഇൻറ്റൻസ്ഡ് ആയിട്ടല്ല, ലേബർ എക്സ്പെൻസീവ് ആയിട്ടുള്ള പല സെക്ടറും അവർക്ക് ലേബറിൻ്റെ സ്ഥാനത്ത്, ഹ്യൂമൻ ലേബറിൻ്റെ സ്ഥാനത്ത് അവർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസിൻ്റെ പുറത്താണ് അവർ താരിഫ് കൊണ്ടുവരാനായിട്ട് വലിയൊരു കാര്യം. കാരണം ലോക്കൽ മാനുഫാക്ചറിങ് കൂടിയാൽ മാത്രമേ കൺസപ്ഷൻ കൂടത്തുള്ളൂ, കൺസപ്ഷൻ കൂടിയാൽ മാത്രമേ ജനങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ട്സ് കട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള വലിയൊരു ഫാക്ടറിന് പുറത്താണ്. പക്ഷേ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങി അവിടെ പ്രൊഡക്ഷൻ എടുത്ത് അവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ടൈം ലാഗ് എന്ന് പറയുന്നത് ഹ്യൂജാണ് ശരിക്കും. നമ്മളത് ചൈനയിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ചൈന എന്ത് സൈലൻ്റ് ആയിട്ടാണ് അവരുടെ ഗ്രോത്ത്, അവർ 10 years ഗ്രോത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ചൈന വേൾഡ് ഡോമിനൻസിൽ മാറി എന്നുള്ള കാര്യം ചൈന ഇന്ന് പഠിക്കേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചൈനയുടെ പുറത്ത് 34+20 54% താരിഫാണ് ഓൾറെഡി യു എസ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ചൈനയെ സംബന്ധിച്ച് അത് വളരെ ഇഷ്യൂ തന്നെയാണ്. കാരണം ചൈനയുടെ മെയിൻ സസ്റ്റെയിൻ എന്ന് പറയുന്ന യു എസിലേക്കുള്ള എക്സ്പോർട്ട്സ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. ഈ ഒരു അവസ്ഥയിൽ ചൈനയിൽ നിന്നും ടോപ്പായിട്ടുള്ള ഫേംസ് അല്ലെ ടോപ്പായിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അല്ലെ ടോപ്പായിട്ടുള്ള ഓപ്പറേറ്റേഴ്സും വേണം നമുക്ക് പറയാം, അവരുടെ ഫണ്ട്സ് സേഫ് ഹെവനിലേക്ക് മാറ്റുമെന്നുള്ള വലിയൊരു ചോദ്യമാണ്. സേഫ് ഹെവനിലേക്ക് മാറ്റുകയെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആണ് കാണിക്കുന്നത്. ചൈനയെ സംബന്ധിച്ച് നെറ്റ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അവരുടെ ക്യാപിറ്റൽ സർപ്ലസിനെക്കാളും മേളിൽ പോവുകയാണെങ്കിൽ ചൈന ഒരുപക്ഷെ അവരുടെ കറൻസി ഡിവാല്യൂറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ഫാക്ടേഴ്സ് കൊണ്ട് കറൻസി ഡിവാല്യൂറ്റ് ചെയ്യാം. ചൈനയിൽ ഓൾറെഡി ചൈനയുടെ ഡെറ്റ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റൊക്കെ വളരെ തകർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ചൈനയുടെ എക്സ്പോർട്സിനെ സീരിയസ് ആയിട്ട് ബാധിക്കും. യു എസ് 34+20 54% ആണ് താരിഫ് കൊണ്ടുവന്നിരിക്കുന്നത്. സീരിയസ് ആയിട്ട് അവരുടെ എക്സ്പോർട്സിനെ ബാധിക്കും. ചൈനയ്ക്ക് ആ എക്സ്പോർട്സിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള സ്കോപ്പ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ ചൈനയിലെ ബേസിക്കലി എക്കണോമിക് ഗ്രോത്ത് വളരെ വീക്കായിട്ടുള്ള ഗ്രോത്താണ് സോഫാർ വന്നിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഉള്ളിലാണ് പുതിയ പ്രശ്നം വരാൻ സാധ്യത. ചൈന എന്നുള്ള ആ ഒരു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ അത് സേഫ് ഹെവനിലേക്ക് മാറിക്കഴിഞ്ഞാൽ, അവർ ക്യാപിറ്റൽ സർപ്ലസിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ കറൻസി ഡിവാല്യൂ ചെയ്തേ മതിയോ എന്നുള്ള അവസ്ഥയിലേക്ക് ചൈനയെ ഈ ഒരു താരിഫ് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത ഇപ്പോഴും മാർക്കറ്റിലുണ്ട്. വേൾഡിൻ്റെ ബിസിനസ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 3% ആവറേജ് GDP ഗ്രോത്താണ് വന്നിരിക്കുന്നത്. തീർച്ചയായും അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രശ്നം സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ, പെർസിസ്റ്റീവ് ആണെങ്കിൽ നമുക്കൊരു 1 to 1.2% ഡീഗ്രോത്ത് എങ്കിലും വേൾഡ് ആ GDPയിൽ ബേസിക്കലി എക്കണോമിക് GDPയിൽ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു ശിഖരം. അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരുവാണെങ്കിൽ ധാരാളം ഫാക്ടറീസ് അക്രോസ് വേൾഡ് അടച്ചുപൂട്ടാനുള്ള സാധ്യതകളുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് വലുതായിട്ട് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ റീജിയണൽ റിലേഷൻസ് പല കൺട്രീസും റീജിയണൽ ലെവലിൽ ബ്ലോക്സ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതകളുണ്ട്. ഇതെല്ലാം നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ലെവലിലേക്കുള്ള ഒരു എക്കണോമിക് ഒരു സ്ലോ ഡൗൺ അല്ലെ എക്കണോമിക് കൊളാപ്സിലേക്കാണ് എത്തിക്കാനുള്ള സാധ്യതകൾ. എസ്പെഷ്യലി യു എസിൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായിട്ടുള്ള കാനഡയാണെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് യു എസിൻ്റെ റെസിപ്രോക്കൽ താരിഫിന് എഗൻസ്റ്റായിട്ട് അവരും റെസിപ്രോക്കൽ താരിഫ് കൊണ്ടുവരുമെന്നുള്ള കാര്യം ചൈന ഓൾറെഡി ഇന്നലെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്? പ്ലസ്സും മൈനസും ഉണ്ട്. എന്താണ് പ്ലസ്? പല സെക്ടേഴ്സിലും നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന പല സെക്ടേഴ്സിലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പല സാധനങ്ങളുടെയും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ യു എസ് കൊണ്ടുവരിക്കുന്ന ആൻറ്റി താരിഫ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചൈനയിൽ 54% ആണ്. തൈവാൻ നമ്മുടെ താരിഫ് എന്ന് പറയുന്നത് 26 ആണെങ്കിൽ തൈവാന് 30% മുകളിലാണ്. ബംഗ്ലാദേശ് മൂന്നാമത്തെ കാര്യം. നമ്മൾ എടുത്തു നോക്കൂ, ഏറ്റവും കൂടുതൽ ഗാർമെൻറ്റ് യു എസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രീസാണ് ബേസിക്കലി ബംഗ്ലാദേശും ബേസിക്കലി ചൈന. അങ്ങനത്തെ ഒരു കേസിൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു ടാക്സിൻ്റെ ഈ താരിഫ്
എല്ലാ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്യാപ്പ് വൈഡൻ ചെയ്യും ശരിക്കും. ഈ വൈഡൻ നമുക്ക് എങ്ങനെ ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും യു എസിലേക്കുള്ള ജനറൽ ട്രക്ക് സെഗ്മെൻറ്റിലെ നമ്മൾ വൺ ഓഫ് ദി ബിഗസ്റ്റ് ലീഡേഴ്സാണ് ശരിക്കും. ഫാമിക്ക് ഒരു താരിഫ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു എസിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യത. അവിടുത്തെ ജനങ്ങളെ എഫക്റ്റ് ചെയ്യും. ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവിടുത്തെ നല്ല ശതമാനം ജനങ്ങൾക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളുടെ നിലനിൽപ്പിൽ പോലും സീരിയസ് ആയിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമത്തെ കാര്യം ക്രൂഡാണ്. ക്രൂഡ് ഇന്നലെ തന്നെ 7% ക്രൂഡ് താഴെ പോയത്. ക്രൂഡിൻ്റെ റേറ്റ് വന്നിട്ട് അറൗണ്ട് $62 താഴെ പോയി ശരിക്കും. $65 അറൗണ്ട് സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്ത ക്രൂഡാണ് 62 താഴെ പോയത്. ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒപെക് പ്ലസ് കൺട്രീസ് ക്രൂഡിൻ്റെ ഡെയിലി പ്രൊഡക്ഷൻ കൂട്ടാൻ തീരുമാനിച്ചു. അവർ കൂട്ടാൻ തീരുമാനത്തിലുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന് യു എസിൻ്റെ വെനസ്വേലിയൻ ക്രൂഡിൻ്റെ പുറത്തുള്ള യു എസ് കൊണ്ടുവന്ന താരിഫാണ്. രണ്ടാമത്തെ കാര്യം ഇറാൻ്റെ പുറത്ത് കൊണ്ടുവരുന്ന സാങ്ഷൻസാണ്. ഇത് രണ്ടും വേൾഡ് ക്രൂഡ് മാർക്കറ്റിൽ ഒപെക് പ്ലസ് കൺട്രീസിനെ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അപ്പം ഒരു സൈഡിൽ ക്രൂഡ് പ്രൈസ് കൊളാപ്സ് ആവുന്നു, മറ്റേ സൈഡിൽ ക്രൂഡിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിട്ട് സപ്ലൈ കൂടുന്നതെന്ന് വെച്ചാൽ വീണ്ടും പ്രൈസ് കൊളാപ്സ് ചെയ്യാനുള്ള സാധ്യതകളാണ് മുമ്പിൽ കാണുന്നത്. ഇന്ത്യയിൽ ക്രൂഡ് ബേസിക്കലി അല്ലെ ക്രൂഡിൻ്റെ ഡെറിവേറ്റീവ് ഫംസോ ബേസിക്കലി റോ മെറ്റീരിയൽ ആയിട്ടുള്ള കമ്പനീസ്, ഈ കമ്പനീസിലെ അവരുടെ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഇന്ത്യ സെൻട്രിക് ആണെങ്കിൽ ഇവിടെ തന്നെയാണ് കൺസെപ്ഷൻ നടക്കുന്നെങ്കിൽ അങ്ങനത്തെ കമ്പനീസിന് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് അവരുടെ സെയിൽസ് കൂടിയില്ലെങ്കിൽ പോലും അവരുടെ നെറ്റ് പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതകളും റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്രൂഡാകുമ്പം കണ്ടമാനം റോ മെറ്റീരിയൽ കോസ്റ്റ് കുറഞ്ഞാൽ അവരെ സംബന്ധിച്ച് എബിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യതകളുണ്ട്. ഇത് വലിയൊരു ഫാക്ടറാണ്. നമ്മുടെ മൈനസ് പാർട്ട് എന്താണ്, നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന മൈനസ് പാർട്ട് എന്താണ്? ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ധാരാളം കമ്പനികൾ അവർ കപ്പാസിറ്റി എക്സ്പാൻഷൻ ഹ്യൂജായിട്ട് കൂട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ 5 ഇയേഴ്സിനുള്ളിൽ. അതിൻ്റെ അകത്ത് നല്ലൊരു പാർട്ട് പോകുന്നത് എക്സ്പോർട്സിന് വേണ്ടിയാണ്. പല കൺട്രീസിലേക്ക് പോകും, യു എസിലേക്ക് പോകും, എക്സ്പോർട്സിന് വേണ്ടി പോകും. ഈ കപ്പാസിറ്റി സർപ്ലസിനെ സീരിയസ് ആയിട്ട് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ കപ്പാസിറ്റി സർപ്ലസ് വന്നാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത് കൺസ്യൂം ചെയ്യാനായിട്ടുള്ള സ്കോപ്പില്ലെങ്കിൽ കമ്പനികളുടെ ഇൻവെൻട്രിയെ സീരിയസ് ആയിട്ട് ബാധിക്കും, കമ്പനികളിലെ എംപ്ലോയ്മെൻറ്റിനെ സീരിയസ് ആയിട്ട് ബാധിക്കും, ലേ ഓഫ് കണ്ടമാനം വരാനുള്ള സാധ്യതകളുണ്ട്, സാലറീസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, നമ്മുടെ ഹോൾ എക്കണോമിക് സിസ്റ്റത്തിനെ ബാധിക്കാനുള്ള സാധ്യത വലിയൊരു ചലഞ്ചിങ് ടാസ്ക്കായിട്ട് നമ്മൾ തുറച്ചു നോക്കുന്നുണ്ട് ഈ ഒരു ഇഷ്യൂന് പുറത്ത്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ there are 3 പോസിബിലിറ്റിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്നാമത്തെ പോസിബിലിറ്റി, കൺട്രീസ് യു എസിൻ്റെ അടുത്ത് നിന്ന് നെഗോഷിയേറ്റ് ചെയ്ത് അവർ ഈ റെസിപ്രോക്കൽ താരിഫിൽ നിന്നും അഡീഷണൽ താരിഫിൽ നിന്ന് അവർ രക്ഷപ്പെടുന്നു. രണ്ടാമത്തെ സിനാറിയോ എന്താണ്? രണ്ടാമത്തെ സിനാറിയോ എന്താണെന്ന് വെച്ചാൽ ഈ കറണ്ട് ആയിട്ടുള്ള റെസിപ്രോക്കൽ താരിഫ് സസ്റ്റെയിൻ ചെയ്യുന്നു. 3 മാസം 4 മാസം 5 മാസം സസ്റ്റെയിൻ ചെയ്യുന്നു. യു എസ് നമുക്കറിയാം, യു എസിൽ ഹ്യൂജ് സ്റ്റോക്കിങ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു റിസ്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ വെച്ചിരിക്കുന്ന സ്റ്റോക്കിന് പരിധിയുണ്ട്. ഈ സ്റ്റോക്ക് തീരുന്ന സമയത്ത് ജനങ്ങൾ 20, 30, 40% ഒക്കെ കൂടുതൽ കൊടുത്ത് സാധനങ്ങൾ മേടിക്കേണ്ട അവസ്ഥയിലെത്തിയാൽ അവിടുത്തെ എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കും, ജനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും, കൺട്രിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. യു എസ് ഒരിക്കലും ആ ഒരു സ്റ്റേജിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സിനാറിയോ? ഈ ഒരു ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ യു എസിനെ സംബന്ധിച്ച് സ്റ്റോക്ക് ഒരു സൈഡ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറൊരു സൈഡിൽ ഇഷ്യൂ കണ്ടിന്യൂ ചെയ്യുന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യാൻ സാധ്യതയെന്ന് വെച്ചാൽ അവർ ബാക്ക് ചാനൽ കമ്മ്യൂണിക്കേഷൻ വഴി യു എസിനെ സ്വാധീനമുള്ള പല കൺട്രീസിനെ വിളിച്ച് അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവരിത് വലിയ വിജയമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം മാറ്റിമറിക്കാനുള്ള സാധ്യത എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഓപ്ഷൻ നമ്പർ 1 ഓപ്ഷൻ നമ്പർ 3 നടക്കാനുള്ള സാധ്യതയാണ് മാർക്കറ്റിലുള്ളത്. അടുത്ത ഏതാനും നാളുകൾക്കുള്ളിൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ ഡൊണാൾഡ് ട്രംപ് യു എസ് ഫെഡിനോട് ഓൾറെഡി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട്. ജെറോം പൗളിൻ്റെ ഒരു കമൻട്രി ഇന്നലെ ഉണ്ടായിരുന്നു. വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളതാണ് യു എസ് ഫെഡിൻ്റെ പോളിസി. പക്ഷേ വെയിറ്റ് ആൻഡ് വാച്ച് പോരാ, ഇൻട്രസ്റ്റ് കുറയ്ക്കണം എന്നുള്ളൊരു പോയിൻ്റാണ് ഡൊണാൾഡ് ട്രംപ് ജെറോം പൗളിനോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഡിമാൻഡ് റിജക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അക്സെപ്റ്റ് ചെയ്തിട്ട് ഒരു പക്ഷേ എന്തെങ്കിലും ഇൻട്രസ്റ്റിൽ കുറവ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ യു എസിൽ ഒരു റിലീഫ് റാലി കൂടെ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്തുമാത്രം ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നോ ഏത് റിലീഫ് റാലി തിരിച്ചു കയറുമെന്നൊന്നും നമുക്ക് പിടിക്കാൻ സാധിക്കത്തില്ല. ഇനി തിരിച്ചു കയറിയാൽ ഈ റാലിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കും. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.